ശക്തരായ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരോട് ഇങ്ങനെ ചെയ്യുന്നില്ല. പുരുഷന്മാർ ഈ തരത്തിലുള്ള സ്ത്രീകളെ സ്നേഹിക്കുന്നു. ഒരു ബന്ധത്തിൽ നിങ്ങൾ ചെയ്യുന്നതെന്താണെന്ന് ആരും ഒരിക്കലും കാണുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്നേഹത്തിലായാലും ജീവിതത്തിലായാലും ശക്തരായ സ്ത്രീകളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തന്നെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ശക്തരായ സ്ത്രീകൾ ഒരിക്കലും ചെയ്യാത്ത 5 കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടത്? അത് നിങ്ങളുടെ ബന്ധങ്ങളെയും ജീവിതത്തെ തന്നെയും എങ്ങനെ മാറ്റുന്നു എന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയതായോ നിരാശപ്പെടുത്തുന്നതോ ആയി തോന്നിയാൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഇന്ന് നാം ശക്തരായ സ്ത്രീകളുടെ മാനസികാവസ്ഥയിലേക്ക് സമഗ്രമായ ചർച്ച നടത്താൻ പോകുന്നു. അവരുടെ തീരുമാനങ്ങൾ അവരുടെ ബന്ധങ്ങൾ മാത്രമല്ല, അവരുടെ സമ്പൂർണ്ണ ജീവിതവും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച്. പക്ഷേ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. വിശ്വസിക്കൂ, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ആശയമുണ്ടാകും. അത് നിങ്ങളെ, നിങ്ങളുടെ ബന്ധത്തെ പുതിയ രീതിയിൽ കാണാൻ പ്രേരിപ്പിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരു ശക്തിയായ സ്ത്രീയാണോ? നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ കഴിയുന്ന, ലക്ഷ്യങ്ങളുള്ള, അവയെ യാതൊരു കലഹവുമില്ലാതെ സാക്ഷാത്കരിക്കുന്നവളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ സ്വാതന്ത്ര്യം, ശക്തി, വിജയം എന്നിവയാൽ നിങ്ങൾ ഇതിനകം വിജയിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യവും വിജയവും മാത്രമല്ല, ശക്തി ഒരു മനോഭാവമാണ്. പോസിറ്റീവായി നിനക്ക് തടസ്സമില്ലാത്ത വികസനത്തിലേക്ക് ഉദ്ദേശിച്ച രീതിയിൽ പ്രാപ്തി നേടാനുള്ള ദിശയാണ്. പക്ഷേ ഇതാണ് പ്രധാനം. പല ശക്തരായ സ്ത്രീകൾ ഒരു വലിയ പിഴവ് ചെയ്യുന്നു. അതാണ് അവരുടെ ശക്തി കുറയ്ക്കുകയും അവരെ നിരാശരും ആക്കുന്നത്. ഈ പിഴവ് പുരുഷന്മാരുമായി അവരുടെ ബന്ധത്തിൽ സൃഷ്ടിക്കുന്ന തെറ്റായ സമീപനത്തിലാണ്. നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു മനുഷ്യനുമായുള്ള അടുപ്പത്തെക്കുറിച്ചല്ല, മറിച്ച് അവരെ പ്രീതിപ്പെടുത്താൻ നിങ്ങളെങ്ങനെ കഠിനമായി ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതും വിശ്വസിച്ചതും നിങ്ങളുടെ പ്രവൃത്തിയുമായി ഒരിക്കലും യോജിക്കുന്നില്ല. സത്യമെന്തെന്നാൽ, സ്ത്രീകൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യരുത്. ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുക. എങ്കിലത് നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ലോകം സ്ത്രീകളെ പുരുഷന്മാരോടുള്ള അവരുടെ ബന്ധത്തിൽ പ്രത്യേകമായ പ്രതീക്ഷകളിലേക്ക് വഴികാട്ടുന്നു. ചെറിയ പെൺകുട്ടികളെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും ചെയ്യണമെന്ന് മാതാപിതാക്കൾ പഠിപ്പിക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികളോട് ഇടപഴകുമ്പോൾ. അവർ വളരുമ്പോഴും സമൂഹത്തിൽ നിന്നുള്ള ഈ സമ്മർദ്ദം അപ്രത്യക്ഷമാകുന്നില്ല. ഇത് മാധ്യമങ്ങൾ, പരസ്യങ്ങൾ, പിന്നെ ബന്ധങ്ങൾ എന്നിവയിൽ എല്ലായിടത്തും കാണപ്പെടുന്നു. അവരിൽ ദയ, കരുണ, മറ്റുള്ളവരെ സഹായിക്കണമെന്ന ആഗ്രഹം എന്നിവയിലൊന്നും തെറ്റില്ല. എന്നാൽ അതിന് അതിർത്തികൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് പുരുഷന്മാരുമായി ഇടപഴകുമ്പോൾ. പ്രശ്നം ഇതിൽ തന്നെ ആരംഭിക്കുന്നു. കൂടുതലായും സ്ത്രീകൾ അവർക്ക് അംഗീകാരം അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്നും സ്നേഹം നേടുന്നതിനായി അന്യായമായ രീതിയിൽ ഉചിതയാവാൻ നോക്കുന്നു. തികഞ്ഞ കാമുകി മുതൽ തികഞ്ഞ ഭാര്യ, തികഞ്ഞ ജോലിക്കാരി വരെയുള്ള പ്രതീക്ഷകളിലേക്ക് സ്ത്രീകൾ പരിശീലിക്കപ്പെടുന്നു. അവൾ സ്ഥിരമായി നൽകണമെന്ന് സമൂഹം അവരെ പഠിപ്പിക്കുന്നു. നൽകൂ നൽകൂ എന്ന് മാത്രം. ഇതുമൂലം ഒരു ചെറിയ അംഗീകാരം പോലും അവൾക്ക് കിട്ടാതെ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. ഇതാണ് സത്യം. 2018 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനുള്ള പഠനത്തിൽ 52% സ്നേഹബന്ധത്തിൽ ഇടപെടുന്ന സ്ത്രീകൾക്ക് അവരുടെ പങ്കാളികളുടെ പ്രതീക്ഷകളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം അനുഭവപ്പെടുന്നതായി കണ്ടെത്തി. അവർ അവരുടെ പങ്കാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ശ്രമിക്കുകയും എന്നാൽ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. 2019 പ്യൂ റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 56% സ്ത്രീകൾ തൻ്റെ ജോലി സ്ഥലത്തും വീട്ടിലും ഫുൾ ടൈം ജോലി ചെയ്യുന്നു. സ്ത്രീകൾക്ക് ബന്ധങ്ങളിൽ എല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതോടെ അവർ കൂടുതൽ മാനസികമായ ക്ഷീണങ്ങളിലേക്ക് നയിക്കുന്നു.
ചോദ്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എന്തിനാണ് സ്വയം ക്ഷീണിക്കുന്നത്? നിങ്ങൾ എവിടെയും ആദരിക്കപ്പെടുന്നില്ലെങ്കിൽ, എല്ലാ ശ്രമങ്ങളും അന്ധകാരമായി പോവുകയാണെങ്കിൽ എങ്ങനെ ഒരു ബന്ധത്തിൽ തുടരുന്നു? നിന്റെ സ്വാതന്ത്ര്യവും ശക്തിയും കുറയ്ക്കുന്ന രീതിയിൽ പെരുമാറുന്നതിൻ്റെ കാരണം എന്താണ്? സ്ത്രീകൾ പുരുഷന്മാർക്കായി അവരുടെ കഴിവുകൾ മാറ്റിവെക്കുന്നു, ഒടുവിൽ പ്രയാസപ്പെടുകയും ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് നിർത്താനുള്ള സമയമായി. ഇതുപോലെ നിനക്കും അനുഭവപ്പെട്ടിട്ടുണ്ടോ? നീ അവനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇതിലൂടെ നീ അറിയാതെ നിന്റെ സന്തോഷം മറന്നുപോകുന്നു. ഇത് ചിന്തിച്ചു നോക്കൂ. നീ ഒരു ബന്ധത്തിലാണ്. നീ എത്ര മണിക്കൂർ അവനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാം ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു. നീ അവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിന്റെ ജീവിതം ക്രമീകരിച്ചു. അവന് വേണ്ടപ്പോൾ നീ അവിടെ ഉണ്ടാകും. പക്ഷേ നിനക്ക് വേണ്ട സമയം വരുമ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നുള്ളതെല്ലാം അവശിഷ്ടമായതു മാത്രം ലഭിക്കും. ഇതെങ്ങനെ അനുഭവപ്പെടുന്നു? ചിന്തിച്ചു നോക്കൂ. എല്ലാവർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ നീ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. നിന്റെ ആവശ്യങ്ങൾ പാലിക്കാതിരിക്കുമ്പോഴും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ നീ നിന്റെ താല്പര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് നീ ഇത് വളരെയധികം മതി എന്ന് പറയുന്നത്? എപ്പോഴാണ് നീ തീരുമാനിക്കുന്നത് നിന്റെ സന്തോഷവും അത്രയും പ്രാധാന്യമുള്ളതാണെന്ന്? ഇതാണ് സത്യം. ശക്തരായ സ്ത്രീകൾ പുരുഷന്മാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാറില്ല. നിങ്ങൾ ഇവ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിക്കുന്നില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഇവ ചെയ്യുന്നത് നിർത്തിയാൽ നിങ്ങളുടെ ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം, അഭിമാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ശക്തരായ സ്ത്രീകൾ ഒരിക്കലും പുരുഷൻ്റെ സന്തോഷത്തിന് തൻ്റെ സന്തോഷത്തേക്കാൾ മുൻതൂക്കം നൽകാറില്ല. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ ജോലിയാണെന്ന് വിചാരിക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇതാണ്: നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പുരുഷനെ സന്തോഷിപ്പിക്കാൻ. എന്നാൽ വസ്തുത, ഒരു യഥാർത്ഥ സ്ത്രീ അവളുടെ സന്തോഷം സ്വയം കണ്ടെത്തുന്നതാണ്. അത് ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തിയാലോ വിലമതിച്ചാലോ ലഭിക്കുന്നതല്ല. നിങ്ങൾ നിങ്ങളെ സ്വയം പരിപാലിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നതിലൂടെയാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് സമതുലിതമായ ആരോഗ്യമുള്ള ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓർക്കുക, എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ക്ഷേമത്തിനായി സ്വയം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തെ വിട്ടുവീഴ്ച ചെയ്യാതെ ഇരിക്കാം. മറ്റുള്ളവർ എന്ത് കരുതുമെന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം അടിയറ വയ്ക്കുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങളെ കാത്തിരിക്കുന്നത് ക്ഷീണവും ദുഃഖവും വിലയില്ലായ്മയും മാത്രം. സ്വയം ചോദിക്കുക, ഞാൻ സന്തുഷ്ടയാണോ? ഉത്തരം അല്ല എന്നാണെങ്കിൽ നിങ്ങളെ പരിപാലിക്കേണ്ട സമയം ആയി. നിങ്ങളുടെ താല്പര്യങ്ങൾ പിന്തുടരാനും മറ്റുള്ളവരുടെ അംഗീകാരം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ തന്നെ സന്തോഷം സൃഷ്ടിക്കാനും നേരമായി. അടുത്തത്, ശക്തരായ സ്ത്രീകൾ ഒരിക്കലും രണ്ടാമതാവാൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് അവളുടെ മൂല്യം അറിയാം. അവളെ ഏറ്റവും പ്രധാനമായി മാനിക്കാത്ത അല്ലെങ്കിൽ വിലമതിക്കാത്ത ഒരു മനുഷ്യനെ അവൾ പിന്തുടരുന്നില്ല. ഒരു ബന്ധം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പ്രയാസമാണ്. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരിക്കലും പരിഗണന തരാത്ത ആളെക്കുറിച്ച് രണ്ടാമതൊന്ന് ആലോചിക്കുക. നാഷണൽ റിലേഷൻഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം 61% സ്ത്രീകൾ അവരുടെ ബന്ധത്തിൽ മറുവശമുള്ളവർ അവർക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന് പ്രസ്താവിക്കുന്നു. നിങ്ങൾക്കും വളരെയധികം വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. ശക്തരായ സ്ത്രീകൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു. ബന്ധത്തിൻ്റെ അടിസ്ഥാനം മാന്യതയും സമത്വവുമാണെന്ന്. ശക്തരായ സ്ത്രീകൾ അവഹേളനം എടുക്കുന്നവളല്ല. ഒരു ആരോഗ്യമുള്ള ബന്ധത്തിൽ മാന്യത വളരെ പ്രധാനമാണ്. അവഗണനയും താഴ്ത്തലും ഒന്നും അവർ സഹിക്കില്ല. അവൾ ദയയും ബഹുമാനവും മാനസിക സുരക്ഷയും അർഹിക്കുന്നവളായിട്ടാണ് അറിയുന്നത്. വിവാഹ കുടുംബ ചികിത്സാ സംഘടന അനുസരിച്ച് പരസ്പരം മാന്യതയോടെ ആശയവിനിമയം നടത്തുന്ന ദമ്പതികൾ 75% കൂടുതൽ സമയം
ബന്ധത്തിൽ തുടരുന്നതിനുള്ള അവസരം കാണുന്നു. ബഹുമാനം നഷ്ടപ്പെടുമ്പോൾ അത് ബന്ധത്തെ നശിപ്പിക്കുകയും നീരസം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് അടയാളമാണ്. ശക്തമായ സ്ത്രീകൾ അത് ചൂണ്ടിക്കാണിക്കുകയും ഒരു പരിധി നിശ്ചയിക്കുകയും ആവശ്യമെങ്കിൽ വിടുകയും ചെയ്യും. ആരും നിങ്ങളെ രാജ്ഞിയേക്കാളും കുറവായി പെരുമാറാൻ അനുവദിക്കരുത്. ശക്തരായ സ്ത്രീകൾ ഒരിക്കലും ആർക്കുവേണ്ടിയും സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുന്നില്ല. അവളുടെ ഒരു പ്രധാന ഗുണം അവളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുകയും നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്തു. കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് സാധാരണമാണ്, പക്ഷേ എപ്പോഴും നിങ്ങൾ ആരാണെന്ന് ഓർക്കുക. ശക്തരായ സ്ത്രീകൾ അവരുടെ മൂല്യം അറിയാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല. എത്ര വിശ്വസിക്കുന്നവനായാലും ശരി, ആരുടെയും പേരിൽ അവരുടെ ഹോബികൾ, താൽപ്പര്യങ്ങൾ, സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നില്ല. ഗാലപ്പ് 2019 നടത്തിയ പഠനത്തിൽ അവളുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകൾ ബന്ധങ്ങളിൽ പോലും കൂടുതൽ സന്തോഷവാന്മാരായിരിക്കുന്നു, കൂടുതൽ സംതൃപ്തി അനുഭവപ്പെടുന്നു. അവർ ആരോഗ്യകരമായ അതിരുകൾ നിലനിർത്താനും അവരുടെ മാനസികാരോഗ്യത്തിനും വ്യക്തിത്വ വികസനത്തിനും നല്ലതായി കണ്ടെത്തുകയും ചെയ്തു. ശക്തരായ സ്ത്രീകൾ ഒരിക്കലും അവരുടെ മൂല്യങ്ങൾ മാറ്റാറില്ല. നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ ആരാണെന്നതിൻ്റെ അടിസ്ഥാനമാണ്. അവൾ വിശ്വസിക്കുന്നതെന്താണെന്ന് അവൾക്കറിയാം. അവൾ ഒരിക്കലും ആ മൂല്യങ്ങളെ മാറ്റില്ല. ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി തൻ്റെ വ്യക്തിത്വത്തെ അടിയറ വയ്ക്കാൻ അവൾ തയ്യാറാവില്ല. ശക്തരായ സ്ത്രീകൾക്കും ആത്മവിശ്വാസമുള്ള സ്ത്രീകൾക്കും ബന്ധം ഒരാളിനെ പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമല്ല. പകരം പരസ്പര ബഹുമാനം, പൊതുമൂല്യങ്ങൾ, പിന്തുണ എന്നിവ നൽകുന്നു. അതിനാൽ ഇത് വീണ്ടും പരിശോധിക്കാം. ശക്തരായ സ്ത്രീകൾ പുരുഷന്മാർക്കു വേണ്ടി ഈ 5 കാര്യങ്ങളും ചെയ്യാറില്ല. ഈ 5 കാര്യങ്ങളിലെ ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിർത്താനുള്ള സമയമായിരിക്കാം. നിങ്ങളുടെ ശക്തി തിരികെ എടുക്കാനും വെറും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സത്യമായ ജീവിതം നയിക്കാൻ സമയമായിരിക്കാം. ഓർക്കുക, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരല്ല. നിങ്ങളുടെ സത്യമായ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക.